എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. PJ കുര്യൻ ഗോ ബാക്ക്. ഈ ടൈറ്റിലിൽ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് എനിക്കറിയാം. കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന പ്രൊഫസർ PJ കുര്യനെ കുറിച്ച് തന്നെയാണ് ആ ടൈറ്റിലിൽ പരാമർശിച്ചിരിക്കുന്നത്. ഒരിക്കൽ PJ കുര്യൻ ഗോ ബാക്ക് എന്ന് ഒരു വേദിയിൽ കയറി എനിക്ക് അലറി വിളിച്ച് പറയേണ്ടി വന്നു. ആ കഥയിലേക്ക് പിന്നീട് വരാം. അതിനു മുൻപ് ചില കാര്യങ്ങൾ. കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ എല്ലാ സമുദായ നേതാക്കൾക്കും എല്ലാ സമുദായ സംഘടനകൾക്കും അതാത് കാലത്തെ ഭരണ നേതൃത്വവുമായും രാഷ്ട്രീയ നേതാക്കളുമായും ഹൃദ്യമായ ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഓരോ സമുദായ നേതാവിനും രാഷ്ട്രീയക്കാരെ കൊണ്ട് പല കാര്യങ്ങൾ നേടുവാനുണ്ട്. അവരുടെ പല താല്പര്യങ്ങളും സംരക്ഷിക്കുവാൻ ഈ ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമുദായ നേതാക്കളെയും എല്ലാ സമുദായങ്ങളെയും പ്രീണിപ്പിച്ചു നിർത്തുവാൻ അവർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം 10 വോട്ടെങ്കിലും കൂടുതൽ കിട്ടുന്ന എല്ലാ സംഘടനകളുമായും അടുത്ത ബന്ധം നിലനിർത്തുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. വോട്ട് ബാങ്ക് ആയിട്ടാണ് ഓരോ സമുദായത്തെയും രാഷ്ട്രീയക്കാർ കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സമുദായ നേതാക്കളുടെ അരമനകളും ആസ്ഥാനങ്ങളും കയറിയിറങ്ങി നടക്കുന്നതിൽ രാഷ്ട്രീയക്കാർക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പെന്തക്കോസ്ത് സമൂഹത്തെ കുറിച്ച് പറയാം. ആദ്യകാലത്തൊന്നും ഇവിടുത്തെ പെന്തക്കോസ്ത് സമൂഹത്തെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും പരിഗണിച്ചിരുന്നില്ല. കാണെ കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം വളർച്ച പ്രാപിച്ച് അംഗസംഖ്യ വർദ്ധിച്ചു വന്നപ്പോൾ പെന്തക്കോസ്ത് സമൂഹങ്ങൾ നടത്തുന്ന കൺവെൻഷനുകളിലും മീറ്റിങ്ങുകളിലും രാഷ്ട്രീയ നേതാക്കൾ ക്ഷണിച്ചും ക്ഷണിക്കാതെയും വരുവാൻ തുടങ്ങി. വരുന്നവരെയെല്ലാം 2 കൈയും നീട്ടി സ്വീകരിക്കുവാൻ പെന്തക്കോസ്ത് സഭാ നേതൃത്വങ്ങൾ തയ്യാറായപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ ചെറിയ വേദവാക്യങ്ങളൊക്കെ പഠിച്ച് ആശംസകൾ പറയുവാൻ തുടങ്ങി. ആശംസകളും ഹല്ലേലൂയയും ഒക്കെ കേട്ട് സഭാജനങ്ങൾ കൈയടിക്കുക ചെയ്തതോടെ ഇതൊരു പതിവ് പരിപാടിയായി മാറിയിരിക്കുകയാണ്. ചെറുതോ വലുതോ ആയ എല്ലാ കൺവെൻഷനുകളിലും എല്ലാ ആത്മീയ വേദികളിലും രാഷ്ട്രീയ നേതാക്കൾ എത്തിച്ചേരുന്നു. അവർ ആശംസകൾ പറയുന്നു, ജനത്തെ കയ്യിലെടുക്കുന്നു. അവർക്ക് വോട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ മടങ്ങിപ്പോകുന്നു. സദസ്സറിഞ്ഞ് കൃത്യമായി സംസാരിച്ച് ജനത്തെ കയ്യിലെടുക്കുവാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേകമായ കഴിവുണ്ട്. പെന്തക്കോസ്ത് വേദികളിൽ വരുമ്പോൾ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുന്ന ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം ഹല്ലേലൂയ പറയുന്നത് കേൾക്കുമ്പോൾ പാവപ്പെട്ട അമ്മച്ചിമാരൊക്കെ കൈ ഉയർത്തി ഹല്ലേലൂയ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ രമേശ് ചെന്നിത്തല ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ജനത്തെ കയ്യിലെടുക്കുവാൻ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അത് അദ്ദേഹം വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ വേദികളിലുള്ള പ്രസംഗങ്ങൾ എത്ര മനോഹരമായ പ്രസംഗങ്ങളാണ്. ഒരു സുവിശേഷകൻ പ്രസംഗിക്കുന്നതിനേക്കാൾ ആർജവത്തോടെ മനോഹരമായി യേശുക്രിസ്തുവിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ വാക്കുകളെ കുറിച്ചുമൊക്കെ അദ്ദേഹം നന്നായി പ്രസംഗിക്കും. വേദിയിലുള്ള അഭിവന്ദ്യരായ പാസ്റ്റർമാരെ, വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം ഞാൻ ദൈവനാമത്തിൽ വന്ദനമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കാമ്പും കഴമ്പുമുള്ള പ്രസംഗങ്ങളാണ്. സാധാരണ രാഷ്ട്രീയക്കാരുടെ ഉപരിപ്ലവമായ ആശംസകളെക്കാൾ ആഴത്തിലുള്ള പ്രസംഗങ്ങളാണത്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി പഠിച്ചാണ് അദ്ദേഹം ഓരോ പ്രസംഗവും നടത്തുന്നത്. രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നതിലൊന്നും അർത്ഥമില്ല. അവരുടെ അതിരുകൾ വിശാലമാക്കുന്നു. അവർ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന വേദികളിലെല്ലാം അവർ വരുന്നു. എന്നാൽ ഈ രാഷ്ട്രീയക്കാരെ നമ്മളുടെ വേദികളിൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ടോ? അവർക്ക് അവസരം നൽകേണ്ടതുണ്ടോ? ഇതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം. എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ആത്മീയ വേദികളിൽ ഈ രാഷ്ട്രീയക്കാർ വന്ന് പ്രസംഗിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആത്മാർത്ഥമായോ അല്ലാതെയോ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്നതല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തുക. ഞാൻ ഉൾപ്പെടുന്ന IPCയുടെ കുമ്മനാട് കൺവെൻഷനിലെ വേദിയിൽ കാണുന്ന ഒരു സ്ഥിരം കാഴ്ച ഞാൻ പറയാം. അവിടെ ആത്മീയ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ചില രാഷ്ട്രീയക്കാരൊക്കെ അവിടെ കയറി വരാറുണ്ട്. പതിവായി വരുന്നവരുണ്ട്, ക്ഷണിച്ചിട്ട് വരുന്നവരുണ്ട്, ക്ഷണിക്കാതെ വരുന്നവരുണ്ട്.
ഈ വരുന്നവരെയെല്ലാം സ്റ്റേജിലേക്ക് ആനയിച്ചു കൊണ്ടുവരും. അവർക്ക് മനോഹരമായ ഇരിപ്പിടങ്ങൾ കൊടുക്കും. അതിലൊന്നും തെറ്റില്ല, നല്ല കാര്യം. എന്നാൽ ഇവർക്ക് അവസരം കൊടുക്കുമ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എടുത്ത് അവർ ആശംസകൾ പറയും. ഈ ആശംസകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ നേതാക്കൾ ഓരോരുത്തരായി വേദി വിട്ടുപോകും. സത്യത്തിൽ അവർ ആ വേദിയെ അപമാനിച്ചുകൊണ്ടാണ് അവിടെ വിട്ടുപോകുന്നത്. ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. രാഷ്ട്രീയക്കാരെ നമുക്ക് ആവശ്യമില്ലേ? നമ്മളും ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? ഈ സമൂഹത്തിലല്ലേ നമ്മളും ആയിരിക്കുന്നത്? അവരുടെ സഹായം നമ്മൾക്ക് പല ഘട്ടങ്ങളിൽ ആവശ്യമായി വരത്തില്ലേ? ശരിയാണ്, നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെടേണ്ടി വന്നേക്കാം, അവരുമായി സഹകരിക്കേണ്ടി വന്നേക്കാം. അതിലൊന്നും ഒരു തെറ്റില്ല. അവർ നമ്മളെ സഹായിക്കാൻ വില്ലിങ് ആണെങ്കിൽ ആ സഹായം സ്വീകരിക്കുന്നതിൽ ഒരു അപകടവുമില്ല. എന്നാൽ അതിന്റെ പേരിൽ അവർക്ക് വേദിയിൽ അവസരം കൊടുക്കുന്നതും നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾക്കിടയിൽ അലങ്കോലമുണ്ടാക്കുവാൻ അവരെ അനുവദിക്കുന്നതും തെറ്റായ കാര്യമാണ്. പിന്നെ നമ്മളൊരു മതേതര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന നമ്മൾക്ക് ഇവിടെ പൊതുയോഗങ്ങൾ നടത്തുവാനും നിയമാനുസൃതമായിട്ടുള്ള സമ്മേളനങ്ങൾ നടത്തുവാനും ഒക്കെ അനുമതി തന്നിട്ടുണ്ട്. നിയമപ്രകാരം അതിനുള്ള അനുമതി ലഭിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഫീസ് അടച്ച് അതിന് അനുമതി വാങ്ങിയാണ് നമ്മൾ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ആ മീറ്റിങ്ങുകൾ നടത്തുന്നത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ആരുടെയും മുൻപിൽ അധികം കുനിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. ഇനി അതല്ല, നമ്മൾ കുനിഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് നമുക്കൊരു മീറ്റിംഗ് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ദൈവഹിതമല്ല എന്ന് വിചാരിച്ച് നമ്മുടെ മീറ്റിംഗ് വേണ്ടെന്ന് വെക്കുന്നതല്ലേ ഏറ്റവും മാന്യമായ കാര്യം. ഇത്രയും പറയുമ്പോഴാണ് മാരാമൺ കൺവെൻഷനെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നത്. മാർത്തോമാ സഭ നടത്തുന്ന ആ കൺവെൻഷനിൽ ഒരു രാഷ്ട്രീയക്കാർക്കും ആശംസ പറയുവാൻ അവസരം കൊടുക്കാറില്ല. അവിടെയും ധാരാളം രാഷ്ട്രീയക്കാർ വരാറുണ്ട്. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക കസേരകളിൽ ജനങ്ങളോടുകൂടെ അവർ വന്നിരിക്കും. മിക്കവരും ആദിയോടന്തം അതിൽ പങ്കെടുത്തിട്ടാണ് മടങ്ങിപ്പോകുന്നത്. ആ കാര്യത്തിൽ ഞാൻ മാർത്തോമാ സഭയെ അഭിനന്ദിക്കുന്നു. അവർ ഒരാൾക്കും അനാവശ്യമായി ആ വേദി ഉപയോഗിക്കുവാൻ അവസരം കൊടുക്കുന്നില്ല. എന്നാൽ സാംസ്കാരിക സമ്മേളനം നടക്കുമ്പോൾ അവിടെ രാഷ്ട്രീയക്കാർക്ക് അവസരങ്ങൾ നൽകാറുമുണ്ട്. ഇതേ പാത പെന്തക്കോസ്ത് സഭകൾക്കും പിന്തുടരാവുന്നതാണ്. നമ്മുടെ കൺവെൻഷനുകളിൽ നമുക്ക് ഒരു സാംസ്കാരിക സമ്മേളനത്തിന് അവസരം ഉണ്ടാക്കിക്കൂടെ? അത് ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ ഏറ്റവും നല്ല ജനങ്ങൾ കൂടുന്ന ഒരു ദിവസം 2 മണിക്കൂർ ദീർഘിക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുകയും കാലിക പ്രസക്തമായ സഭയുമായി ബന്ധപ്പെട്ടത് സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയോ അത് ഉദ്ഘാടനം ചെയ്യുവാൻ ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിക്കുകയോ അവിടെ ആശംസ പറയുവാനോ അഭിപ്രായങ്ങൾ അറിയിക്കുവാനോ പ്രഭാഷണങ്ങൾ നടത്തുവാനോ മറ്റ് സഭാവിഭാഗങ്ങളിൽ നിന്ന് ചിലരെ ഉൾക്കൊള്ളുകയോ രാഷ്ട്രീയക്കാരെ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു അപകടവുമില്ല. അവരും വന്ന് നമ്മുടെ വേദികളിൽ പറയട്ടെ, നമുക്ക് പറയുവാനുള്ളത് അവരും കേൾക്കട്ടെ. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി എല്ലാ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ കൺവെൻഷനുകളിൽ വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരേ വേദിയിൽ സമയം കൊടുത്താൽ അതായിരിക്കും ഏറ്റവും മാന്യമായ കാര്യം. അതിനു പകരം അവർ വരുമ്പോൾ നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ മാറ്റിവെച്ചിട്ട് അവർക്ക് അവസരം കൊടുത്ത് അവരെ കൊണ്ട് ആശംസ പറയിപ്പിക്കുകയും ആശംസ കഴിഞ്ഞ് അവർ സ്റ്റേജിനെ മുഴുവൻ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതിനും അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മാരാമൺ കൺവെൻഷനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിനെ കുറിച്ച്. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിന്റെ വേദികളിലും ധാരാളം രാഷ്ട്രീയക്കാർ പതിവായി വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പാസ്റ്റർ CC തോമസ് അതിന്റെ ഓവർസിയർ ആയ ശേഷം അദ്ദേഹം രാഷ്ട്രീയക്കാരെ ആത്മീയ വേദിയിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും അവസരം നൽകുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തതോടെ രാഷ്ട്രീയക്കാർ ചർച്ച് ഓഫ് ഗോഡിന്റെ വേദിയിൽ വരാതായി. അപ്പോൾ ചർച്ച് ഓഫ് ഗോഡിന് അത് ചെയ്യാമെങ്കിൽ മറ്റു സഭകൾക്കും അതൊരു മാതൃകയാക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി PJ കുര്യൻ ഗോ ബാക്ക് എന്ന ടൈറ്റിലിലേക്ക് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കുമ്പനാട് കൺവെൻഷന്റെ ശനിയാഴ്ച വൈകുന്നേര സമയമാണ്. PYPS സൺഡേ സ്കൂൾ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ PYPS സൺഡേ സ്കൂൾ വാർഷികങ്ങൾ സമയത്ത് അവസാനിക്കാറില്ല. സമ്മാനമൊക്കെ കൊടുത്ത് ധാരാളം ആശംസകളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്ക് രാത്രി മീറ്റിംഗ് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കാണും.
അങ്ങനെ രാത്രി മീറ്റിംഗ് തുടങ്ങേണ്ടുന്ന സമയമായപ്പോഴേക്ക് എല്ലാ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ആളുകൾ പന്തലിനകത്തുണ്ട്. നിറഞ്ഞു കവിഞ്ഞ പന്തലാണ് ആ സമയത്ത് തന്നെ. മാത്രവുമല്ല, ആ സമയത്ത് ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്തു. ഈ ചാറ്റൽ മഴ കൂടെ ഉണ്ടായതോടെ പന്തലിന് പുറത്തൊക്കെ നിന്നിരുന്ന ജനങ്ങളും കൂടെ പന്തലിനകത്തേക്ക് ഇടിച്ചു കയറി. അതോടുകൂടെ പന്തൽ ഏകദേശം നിറഞ്ഞതുപോലെയായി. ഇന്നത്തെ അത്രയും വിശാലമായ ഒരു പന്തലല്ല, അന്ന് കുറെ കൂടെ ചെറിയ ഒരു പന്തലാണ് കൺവെൻഷന് വേണ്ടി തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നു. പ്രൊഫസർ PJ കുര്യൻ ഇപ്പോൾ ആശംസ അറിയിക്കും. ഇവിടെ ഒരു പശ്ചാത്തലം കൂടെയുണ്ട്. സൂര്യനെല്ലി കേസിന്റെ പേരിൽ PJ കുര്യൻ സാറിനെതിരെ വലിയ ജനരോക്ഷം ഉയരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് ഒരു ഇലക്ഷൻ വരുവാൻ പോകുന്നത്. അപ്പൊ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് കുര്യൻ സാറ് ഇത്തവണ കുമ്മനാട് കൺവെൻഷന്റെ വേദിയിൽ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്റെ ഉള്ളിൽ അതിനോടൊരു വിയോജിപ്പുണ്ടായി. ഞാൻ എന്റെ സമീപത്ത് നിന്നിരുന്ന തൃശ്ശൂർക്കാരായ എന്റെ കുറെ സ്നേഹിതരോട് പറഞ്ഞു, ഇത് ശരിയല്ല, വാ നമുക്ക് സ്റ്റേജിലേക്ക് പോകാം. അങ്ങനെ അവരും എന്റെ കൂടെ വന്നു. ഞങ്ങൾ തിരക്കിനിടയിൽ കൂടെ ഇടിച്ചു കയറി സ്റ്റേജിന്റെ അടുത്ത് വരെ എത്തി. അപ്പോഴേക്ക് കുര്യൻ സാറ് തന്റെ പ്രഭാഷണം ഏകദേശം അവസാനിപ്പിക്കാറായി. ഞാൻ ചാടി സ്റ്റേജിലേക്ക് കയറി ഉച്ചത്തിൽ അലറി വിളിച്ചു, PJ കുര്യൻ ഗോ ബാക്ക്. ഇതൊരു അഭിമാനമായിട്ടോ മിടുക്കായിട്ടോ അല്ല ഞാൻ പറയുന്നത്. എന്റെ ചോരത്തിളപ്പിൽ ഞാൻ ചെയ്തു പോയതാണ്. ഇന്നാണെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല. എങ്കിലും എന്റെ ആശയത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നമ്മുടെ ഒരു ആത്മീയ ശുശ്രൂഷ വേദികളും ഒരു രാഷ്ട്രീയക്കാരന് പ്രഭാഷണം നടത്തുവാനോ ആശംസ പറയുവാനോ ഉള്ള വേദിയായി മാറരുത് എന്ന ആശയത്തിൽ ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നു.